കൺട്രോൾ വയറിങ്ങിലോട്ട് വരുമ്പോൾ ബേസ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം സിമ്പിളായ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഒരു ഓൺ ബട്ടണും ഒരു ഓഫ് ബട്ടണും തന്നിട്ടുണ്ട്. ഓൺ ബട്ടൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഓഫ് ബട്ടൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്താണ് NO, എന്താണ് NC. NOന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നോർമൽ ഓപ്പൺ, NCയുടെ ഫുൾ ഫോം നോർമൽ ക്ലോസ്ഡ്. ഇപ്പോൾ കൺട്രോൾ വയറിങ്ങിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് NO, NC എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. ഒരു ഓൺ ബട്ടന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നോർമലി ഓപ്പൺ ആണ്. നോർമലി ഓപ്പൺ എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഇല്ലാത്ത, അതായത് കണക്ഷൻ അങ്ങോട്ട് പോകാത്ത രീതിയിലായിരിക്കും. സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കും, അങ്ങോട്ട് കടന്നു പോകില്ല. എന്നാൽ NC എന്ന് പറയുന്നത് നോർമലി ക്ലോസ്ഡ് ആയിരിക്കും എപ്പോഴും. അത് കണക്ഷൻ അങ്ങോട്ട് കടന്നു പോവുകയും അത് പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവുകയും ചെയ്യും, മറ്റേത് പ്രസ് ചെയ്യുമ്പോൾ ക്ലോസ് ആവുകയും ചെയ്യും. അപ്പൊ ആദ്യം NO എന്ന് പറഞ്ഞ ഓൺ ബട്ടൺ NC ആവുകയും NC എന്ന് പറഞ്ഞത് NO ആവുകയും ചെയ്യും. എപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ഇതിന്റെ ഒരു ആനിമേഷൻ വീഡിയോ കാണിച്ചു തരാം. ഇവിടെ പ്രസ് ചെയ്തപ്പം അത് നോർമലി ക്ലോസ്ഡ് ആയി, നോർമലി ഓപ്പൺ ഉള്ളത് നോർമലി ക്ലോസ്ഡ് ആയി. അതാണ് ഓൺ ബട്ടന്റെ വർക്കിംഗ്. ഇനി താഴെ ഇവിടെ നോർമലി ക്ലോസ്ഡ് ഉള്ളത് നോർമലി ഓപ്പൺ ആയി. നമുക്കറിയാം രണ്ട് വശത്തുള്ള സർക്യൂട്ട് ഓപ്പൺ ആയിട്ട് മാറുന്നുണ്ട്, കണക്ഷൻ ഇല്ലാതായി മാറുന്നുണ്ട്. അനിമേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പൊ ഇത് എന്താന്ന് വെച്ചാല്, നമ്മള് ഒരു മോട്ടോർ 3 ഫേസ് മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ കൺട്രോൾ വയറിങ്ങിലോട്ട് വരുമ്പോൾ നോർമലി ഓപ്പണും നോർമലി ക്ലോസ്ഡും എന്താ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ ഒരു കൺഫ്യൂഷനും പാടില്ല. അപ്പം വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ സ്റ്റാർട്ട് ബട്ടണും സ്റ്റോപ്പ് ബട്ടണും എങ്ങനെ കണക്ഷൻ ചെയ്തിരിക്കുന്നു. നമുക്കൊരു ടെസ്റ്റിനായിട്ട് ഇവിടെ 2 ലാമ്പ് തരും. ഇവിടെ ഒരു ഫേസ് ലൈൻ എടുത്തിട്ട് MCB തന്നിട്ടുണ്ട് ഫേസ് ലൈൻ എടുക്കാൻ. ഓൺ ബട്ടൺ തന്നിട്ടുണ്ട്, ഓഫ് ബട്ടൺ തന്നിട്ടുണ്ട്. ഒരു ഗ്രീൻ ഇൻഡിക്കേഷനും റെഡ് ഇൻഡിക്കേഷനും തന്നിട്ടുണ്ട്. ഇതിന്റെ സർക്യൂട്ട് വരച്ചതിന് ശേഷം ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് ഇതിവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു ന്യൂട്രൽ തന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ബട്ടണിലോട്ട് പിന്നെ സ്റ്റോപ്പ് ബട്ടണിലോട്ടും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടിലോട്ടും ഫേസ് ആണ് വരിക. ഈ രണ്ട് പിന്നെ പോയിന്റിലോട്ടും MCB ഫേസ് ആണ് വരിക. ഇപ്പൊ നിലവിൽ ഓഫാണ്. ഇവിടെ ഈ 2 വശത്തോട്ടും ന്യൂട്രലാണ് വരിക. അതായത് ഈ ബൾബിന്റെ 2 ആക്രോസിനും ഒരു ന്യൂട്രൽ ആവശ്യമുണ്ടല്ലോ, അതിന് ഇത് രണ്ടും ലിങ്ക് ചെയ്തിട്ട് ഇവിടെ ന്യൂട്രൽ വരും. അതിനുശേഷം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ കൊടുത്തതിന് ശേഷം 2 ബൾബിനും ന്യൂട്രൽ കിട്ടി. ഇവിടെ ബ്ലൂ ലൈനിൽ കാണിക്കുന്നതാണ് ന്യൂട്രൽ. 2നും ന്യൂട്രൽ കിട്ടിയിട്ടുണ്ട്. ഇനി ബ്രേക്കർ ഓൺ ആക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ബ്രേക്കർ ഓഫാണ്. ലൈൻ MCBയിലോട്ട് വന്ന് ഇവിടെ ലൈൻ MCBയിലോട്ട് വന്ന് MCB ഓൺ ആക്കുകയാണ്. MCB ഓൺ ആക്കിയ ശേഷം ഇവിടെ ഓൾറെഡി ക്ലോസ്ഡ് ആയതുകൊണ്ട് ലൈറ്റ് റെഡ് ലൈറ്റ് കത്തി, ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടില്ല. ഗ്രീൻ ലൈറ്റ് കത്തണമെങ്കിൽ ഇവിടെ ഓപ്പൺ ആണ്, ഇത് ക്ലോസ് ആയി മാറണം. ഇത് ക്ലോസ് ആയി മാറണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യണം.
പ്രസ് ചെയ്തതോടുകൂടി അത് ക്ലോസ് ആയി. ഇനി ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഈ റെഡ് ലൈറ്റ് ഓഫ് ആകുന്നതാണ്. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടന്റെ. ഇതിനി കൺട്രോൾ വയറിംഗിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കൽ നിർബന്ധമാണ്. അപ്പോഴേ കോണ്ടാക്ടറിൽ A1 സപ്ലൈ കൊടുക്കുന്ന സമയത്തൊക്കെ